നമുക്കേ നല്ല കുടംപുളി ഇട്ടിട്ട് ചെമ്മീൻ കറി വെച്ചാലാ. അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇഞ്ചി, സവോള, പച്ചമുളക്, കറിവേപ്പില. ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി എടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ തിരുമ്മണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ നല്ലത്. നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ, കൈ വെച്ച് നന്നായി കൂട്ടി തിരുമ്മണത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ കുടംപുളി കുറച്ച് കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നല്ല അസലായിട്ട് കൈ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് തിരുമ്മിയെടുക്കുക കേട്ടോ. ഈ തിരുമ്പുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പൊളിയായിരിക്കും. പിന്നെ ഞാൻ വെളിച്ചെണ്ണയുടെ യൂസ് കൂടണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്തില്ല കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായി തിരുമ്മി അങ്ങോട്ട് ഉടച്ചെടുത്തു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെമ്മീൻ ഇടുന്നില്ല. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാരണം ചെമ്മീൻ ഇപ്പം ഇട്ടാലേ കൂടുതൽ സമയം ചെമ്മീൻ തിളയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ടയർ പോലെയാവും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ഇത് നന്നായി വെന്ത് ആ കുടംപുളിയുടെ ജ്യൂസും ഉപ്പും മുളകൊക്കെ നന്നായി വെള്ളത്തിലിറങ്ങി നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെമ്മീനിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ തലേദിവസം തിളപ്പിച്ച് വെച്ചു. പിറ്റേ ദിവസമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തത്, നല്ല തേങ്ങാപ്പാൽ ചേർത്തത് കേട്ടോ. ഇത് അസലായിട്ടൊന്ന് തിളപ്പിച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ഇത് ഈ ശരിക്കും പറഞ്ഞാൽ നല്ല പുളിയും ഉപ്പും മുളകും ഒക്കെ ആയിട്ട് ഈ ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഈ ചെമ്മീൻ കറി. എൻ്റെ മമ്മി ഇങ്ങനെ ചെമ്മീൻ കറി വയ്ക്കും, ഒരുപാട് ഇഷ്ടമാണ്. മാങ്ങയിട്ട് വയ്ക്കുന്നേക്കാളും കൂടുതൽ ഇഷ്ടം ചെമ്മീൻ കുടംപുളി ഇട്ട് വയ്ക്കുന്നതാ. പിറ്റേ ദിവസമായപ്പോൾ ഞാൻ നന്നായിട്ട് തേങ്ങാപ്പാൽ, നല്ല കുറുതായ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അരച്ചൊഴിക്കല്ല വേണ്ടേ, തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അതങ്ങോട്ട് ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടിയും തേങ്ങാപ്പാൽ ഒഴിച്ചു കേട്ടോ. തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മുടെ ഉള്ളി താളിക്കുക കേട്ടോ. ഉള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു കേട്ടോ. എനിക്കിത്തിരി മുളക് പൊടി കുറവ് പോലെ തോന്നി, അത് കാരണമാണ് അങ്ങനെ ചെയ്തത്. ഫ്ലെയിം ഓഫ് ചെയ്താലും നല്ല നേരിയ മുളക് പൊടി ആകാനും പെട്ടെന്ന് തന്നെ അത് മുരിയും കേട്ടോ. പിന്നെ നമ്മളത് അങ്ങോട്ട് നമ്മുടെ കറി ഉണ്ടല്ലോ, ചെമ്മീൻ കറിയിലേക്ക് അതങ്ങോട്ട് തട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ എന്താ റെഡിയായി, കുടംപുളി ഇട്ട് വെച്ചാൽ നല്ല ചെമ്മീൻ കറി റെഡിയായി. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനില്ലേ സൂപ്പറാണ്. ചോറ് മാത്രമല്ല, ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയും കഴിച്ചു, അപ്പത്തിൻ്റെ കൂടെയും കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ചെമ്മീൻ കറിയാണ്.